ഹായ് ഹലോ വെൽക്കം ടു എ ന്യൂ വീഡിയോ. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിശേഷം നമ്മൾ പട്ടായയിലെ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് നമ്മൾ ഇവിടുത്തെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഐലൻഡ് കാണാനായിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ രാവിലെ നീറ്റു ഫ്രഷായി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് വരുന്നത് കോംപ്ലിമെൻ്ററി ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ ഒരു 8:30 ഒക്കെ ആകുമ്പോഴത്തേന് നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് വണ്ടി വരും. അതിന് മുന്നേ നമ്മളോട് ഫുഡൊക്കെ കഴിച്ചിട്ട് റെഡി ആയിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 7 o'clock ആയപ്പോഴത്തേനും ഞങ്ങൾ നീറ്റു ഫ്രഷായി നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഈ ഹോട്ടൽ വരുന്നത് 2 ബ്ലോക്കുകളായിട്ടാണ്. ഒന്ന് ന്യൂ ബ്ലോക്കും ഒന്ന് ഓൾഡ് ബ്ലോക്കുമാണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ന്യൂ ബ്ലോക്കിലാണ്. അപ്പോൾ ഇതിൻ്റെ റെസ്റ്റോറൻറ്റൊക്കെ വരുന്നത് ഓൾഡ് ബ്ലോക്കിലാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് പോണത്. അപ്പോൾ ഈ 2 ബ്ലോക്കിൻ്റെയും ഇടയിലാണ് ഇവിടുത്തെ സ്വിമ്മിങ് ഏരിയ എന്ന് പറയുന്നത്. വലിയൊരു സ്വിമ്മിംഗ് പൂളും പിന്നെ റെസ്റ്റ് എടുക്കാനായിട്ടുള്ള ഏരിയയും അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ നല്ല ഒരു ഏരിയ ഉള്ളൊരു സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ എമിക്കുട്ടി ഇതാ കണ്ടപാട് ഓടി ചെന്നിട്ട് അവിടെ ഇരുന്നിട്ട് കളിക്കുന്നുണ്ട്. ഈവനിങ്ങിൽ വന്നിട്ട് നമുക്ക് സ്വിമ്മിങ്ങിന് വരാമെന്ന് പറഞ്ഞിട്ട് മെല്ലെ എമ്മിക്കുട്ടിനെ അവിടെ നിന്ന് പിടിച്ചിട്ട് നമ്മൾ നേരതാ ഫുഡ് കഴിക്കാനായിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റ് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അങ്ങനെ ഞങ്ങളിതാ ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഇവിടെ വന്നപ്പോൾ ഇതാ വലിയൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഏരിയ ഉള്ളൊരു റെസ്റ്റോറൻ്റാണ്. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് എത്തിയ ടൈമിൽ അത്യാവശ്യം റഷുള്ളൊരു ടൈമായിരുന്നു. എല്ലാവരും വന്നിട്ട് ഫുഡൊക്കെ കഴിക്കുന്ന ഒരു ടൈമാണ്. പിന്നെ നമ്മളും പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കണം. എമ്മിക്കുട്ടിക്ക് ഫുഡ് കൊടുക്കണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ 8:30 ആകുമ്പോഴത്തേനും നമ്മളെ പിക്ക് ചെയ്യാനായിട്ടുള്ള വണ്ടി വരും. അപ്പോഴത്തേനും നമുക്ക് ഫുഡ് ലാവിഷായിട്ടിരുന്ന് കഴിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നേരത്തെ തന്നെ വന്നത്. അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ കൂടുതലും പോർക്ക് ഐറ്റംസ് ആണ്. ചിക്കൻ ഐറ്റംസും ഉണ്ട്, റൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോർക്ക് കഴിക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ റൈസും അതുപോലെ ചിക്കൻ ഐറ്റംസൊക്കെയാണ് നോക്കിയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ മെയിൻലി ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒരുപാട് കട്ട് ഫ്രൂട്ട്സ് ഉണ്ടാകും. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല മധുരമുള്ള കട്ട് ഫ്രൂട്ട്സ് നമ്മൾ അതും എടുത്തു. പിന്നെ എന്താ ലൈവായിട്ട് നമുക്ക് ഓംലെറ്റും പാൻ കേക്കും ബ്രെഡ് ടോസ്റ്റൊക്കെ ചെയ്ത് തരാനുള്ള ഒരു ഇതും കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മളിതാ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മളിനി നേരെ റൂമിലോട്ട് പോവാണ്. റൂമിലോട്ട് പോകണമെങ്കിൽ കുറച്ചും ഇങ്ങോട്ട് നടക്കണം. ഒരു 2 മിനിറ്റോളം നമുക്കണ്ട് നമ്മളെ ന്യൂ ബ്ലോക്കിലേക്ക് നടക്കാനുണ്ട്. അങ്ങനെ നേരെ റൂമിൽ പോയി നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ കുറച്ച് ടൈം നമ്മളിവിടെ ലോബിയിൽ വന്നിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് നമ്മളെ പിക്ക് ചെയ്യാനായിട്ടുള്ള വണ്ടി വന്നു. അങ്ങനെ ഞങ്ങളിത് ആ വണ്ടിയിൽ കയറുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകളുണ്ടായിരുന്നു വണ്ടിയിൽ. ഇവരൊക്കെ നമ്മളെ ഗ്രൂപ്പിലുള്ളത് തന്നെയാണ്. നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൻ്റെ കൂടിയായിരിക്കും കേട്ടോ ഇന്നത്തെ ഈ ഒരു ഐലൻഡ് ടൂർ നമ്മൾ പോണത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫുക്കറ്റിൽ പോയപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഫോറിനേഴ്സ് ആയിരുന്നു. ഇപ്രാവശ്യം നമ്മളുടെ കൂടെ കുറച്ച് ഇന്ത്യൻസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇതാ ഇവിടെ വന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും ആളുകൾ വരാനുണ്ട്, അവരെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ഇതാ കുറച്ച് ആളുകൾ വന്നപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ഐലൻഡ് ടൂറിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഇതാ ഒരാൾ അവിടെ പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ആ ഒരു ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഏരിയയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു 10:30 ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ ഈ ഒരു ടൈം ആയപ്പോഴത്തേനും. ഭയങ്കര ചൂടാണ്, നല്ല ചൂടുണ്ടായിരുന്നു, നല്ല വെയിലുമായിരുന്നു. അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇതാ ഒരുപാട് ബോട്ടുകളുണ്ട്. ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ ഇവിടെ കാണാൻ. ആ ഒരു വള്ളത്തിൻ്റെ കളർ തന്നെ ഭയങ്കര അട്രാക്റ്റീവാണ്. അപ്പോൾ നമുക്കിത് അവിടെ ഒരുപാട് ബോട്ടുകൾ കാണാനായിട്ട് പറ്റും. ഈ ഒരു ടൈം നമുക്ക് ഈ ഒരു ഐലൻഡ് ടൂർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആക്റ്റീവായിട്ടുള്ളൊരു ടൈമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മത്സ്യബന്ധന ബോട്ടുകളും അതുപോലെ തന്നെ ഹാർബറിൽ പോകുന്ന ബോട്ടുകളുണ്ട്. പിന്നെ പ്രൈവറ്റ് ബോട്ടുകളുണ്ട്. പ്രൈവറ്റ് ബോട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റായിട്ട് നമുക്ക് ഐലൻഡിൽ പോകാനായിട്ടുള്ള ബോട്ട്സ് ഉണ്ട്. പക്ഷെ അതിന് ഭയങ്കര റേറ്റ് ആയിരിക്കും. ഒരു 3000 ബാത്തൊക്കെയാണ് അവർ പ്രൈവറ്റ് ബോട്ടിന് പറയുന്നത് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ സർക്കാരിൻ്റെ വലിയ ക്രൂയിസ് ബോട്ടുകളും അങ്ങനെയുള്ള ഒരുപാട് ബോട്ടുകളുണ്ട്. അങ്ങനെ നമുക്ക് പോകാനായിട്ടുള്ള നമ്മുടെ ബോട്ട് വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഇതാ ഇതിൽ കയറുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകളുണ്ട്. ഫാമിലി ആയിട്ട് നമ്മളും അതുപോലെ തന്നെ വേറൊരു ടീമും മാത്രമാണ് ഫാമിലി ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പട്ടായയിലെ കോറൽ ഐലൻഡിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചെന്നിട്ടുള്ളത് പാരാസെയിലിംഗ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ഇതാ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഒരുപാട് ആളുകളുണ്ട്. ഇനി ഈ ഒരു ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ നെക്സ്റ്റ് പ്ലേസിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു പാരാസെയിലിംഗ് ചെയ്യുന്ന ആളുകൾക്കുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഇനി നമ്മളെ കൂടെ വന്ന ആളുകൾ ഇത് ചെയ്യുന്ന ആളുകൾ ഇത് കഴിയുന്നത് വരെ നമ്മളവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരു 10-15 മിനിറ്റ് അവിടെ ഇരുന്നതിന് ശേഷം നമ്മളിനി നേരെ നെക്സ്റ്റ് പ്ലേസിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ളത് മെയിൻ ബീച്ചായിട്ടുള്ള തവാൻ ബീച്ചിലോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പട്ടായയിൽ വരുന്ന ഒട്ടുമിക്ക ആളുകളും ഈ ഒരു ബീച്ചിൽ വന്ന്
വന്നിട്ടുണ്ടാകും. കാരണം ഇത് അത്രയും ആക്റ്റീവായിട്ടുള്ളൊരു മെയിൻ ബീച്ചാണ് ഇവിടുത്തെ. ഇവിടെയും ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. വാട്ടർ ബൈക്ക്, ബനാന ബോട്ട്, അതുപോലെ സ്വിമ്മിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലും ചെയ്യാം. അപ്പോൾ നമ്മൾ എമിമോനും ലാലും വാട്ടർ ബൈക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ എമിക്കുട്ടിയും ലാലും റെഡി ആയിട്ടിരിക്കുകയാണ്. എമിമോനും ലാലും കൂടെ ഒന്നിൽ പോവാം എന്നുള്ള രീതിയിലാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ അലൗഡല്ല. എമിനെ ഒറ്റയ്ക്ക് കൊണ്ടുപോവാം, പിന്നെ ലാലുവിനെ അങ്ങനെയുള്ള രീതിയിലാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ അതിന് ശേഷം ഭയങ്കര പേടിയുണ്ടായിരുന്നു. കാരണം കുട്ടീനെ ഒറ്റയ്ക്ക് വിടാനും നമ്മൾ അറിയാത്ത ആളുകളും സ്ഥലമൊക്കെ അല്ലേ, അവൻ ചെറിയ ആളുമല്ല, അപ്പോൾ കരയോ എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആൾ ഭയങ്കര കൂളായിട്ട് പോയി വന്നു. അതിന് ശേഷം എന്താ ലാലു പോവാണ് കേട്ടോ. ഇവർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. പ്രത്യേകിച്ച് എമ്മിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒരു പേടിയില്ല, എന്ത് ചെയ്യാനും ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ലാലു പോയിട്ട് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഭയങ്കര അടിപൊളിയാണ്, ഇത് നമ്മൾ ഈ ഒരു സംഭവം ജിദ്ദയെന്നൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ജസ്റ്റ് എമിക്കുട്ടി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഓൻ്റെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യിപ്പിച്ചതാണ്. ഭയങ്കര രസമായിരുന്നു. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളോടൊന്നും താല്പര്യമില്ല, പേടിയോണ്ടാണ്. അപ്പോൾ ഞാനതിനൊന്നും മുന്നിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഞാൻ അവിടെ ഒരു ഭാഗത്ത് പോയിട്ട് ഇരുന്നു, അവരവിടെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്ത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ ഇതാ അവർ റൈഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഇതാ അവിടെ ഇരുന്നിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അങ്ങനെ നമുക്ക് ഒറ്റയ്ക്ക് ബൈക്കിൽ ഇരുന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. പക്ഷെ നമുക്കിതിങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ട് റൈഡ് ചെയ്ത് പോകാനായിട്ട് പറ്റില്ല, അതിന് അവർ സമ്മതിക്കില്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മളിവിടെ കുറച്ച് സമയം ഇരുന്നിട്ടുണ്ടായിരുന്നു. നല്ല വെയിലായിരുന്നു കേട്ടോ. ഇതിൻ്റെ ബാക്കിലേക്ക് ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് ഫുഡുകൾ ഷോപ്പുണ്ട്, അതുപോലെ തന്നെ ബാറുകളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയയിലോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമുക്ക് തിരിച്ചു പോകാനായിട്ടുള്ളൊരു ടൈമായിട്ടുണ്ട്. അപ്പോൾ ഐലൻഡിലെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ പട്ടായയിലോട്ട് പോവാണ്. അപ്പോൾ നേരെ ഈ ബോട്ടിൽ കയറി ഫുഡും കഴിച്ചിട്ട് നമ്മളിന്ന് നേരെ റൂമിൽ പോവുകയാണ്. ഈ പാക്കേജിൽ നമുക്ക് ഫുഡും കൂടി ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ക്ലിപ്സ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ പോകുന്നതും തിരിച്ചു പോയതൊക്കെ ആയിട്ടുള്ള കുറച്ച് ക്ലിപ്സ് മിസ്സായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഹോട്ടലിലെത്തി നേരെ പോയിട്ടുണ്ടായിരുന്നത് പൂളിലോട്ടാണ്. നമുക്ക് കുറച്ച് ടൈമുള്ളൂ കേട്ടോ. കാരണം ഇനി നമ്മൾ ഈവനിങ്ങിൽ നമുക്ക് ഇനിയും 2-3 സ്ഥലങ്ങൾ കാണാനായിട്ട് പോകണം. അപ്പോൾ വണ്ടി വരുന്നതിൻ്റെ മുന്നേ കുറച്ച് സമയം സ്വിം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ വന്നത് പൂളിലോട്ടാണ്. അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല ഈ ഒരു ടൈമായപ്പോൾ, ഉച്ച ടൈമാണല്ലോ. അപ്പോൾ ഞങ്ങൾ നല്ല ലാവിഷായിട്ട് തന്നെ സ്വിമ്മിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ചു. നമ്മൾ ഇന്നത്തെ ഐലൻഡ് ടൂർ ഭയങ്കര ശോകമായിരുന്നു കേട്ടോ. ആവശ്യമില്ലാത്തൊരു ഇതായിരുന്നു ഐലൻഡ് ടൂർ ഇന്നത്തെ. കാരണം നമ്മൾ ഫുക്കറ്റിൽ പോയപ്പോൾ, ഫിഫി ഐലൻഡിൽ പോയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഐലൻഡും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ടാണോ അറിയില്ല. പിന്നെ ഇവിടെ നമുക്ക് അങ്ങനെ കൂടുതൽ കാണാനായിട്ടില്ല. പാരാസെല്ലിങ്ങും അതുപോലെ തന്നെ അണ്ടർ സീ വാട്ടർ വാക്കിംഗ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് ഉപകാരപ്പെടും. അല്ലെങ്കിൽ നമുക്കത് ഫ്ലോപ്പാണ്. നമുക്കതങ്ങനെ വലിയൊരു സംഭവമായിട്ട് തോന്നില്ല, വേണ്ടായിരുന്നു എന്ന് തോന്നിട്ടോ പോയി വന്നപ്പോൾ. അങ്ങനെ നമ്മൾ സ്വിമ്മിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് റൂമിൽ പോയി ഫ്രഷ് ആയാലും നമുക്കിതാ നെക്സ്റ്റ് പോകാനായിട്ടുള്ള വണ്ടി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈവനിങ് ആയപ്പോഴത്തേനും നമ്മളൊന്ന് പുറത്തിറങ്ങി, ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മൾ പാക്കേജ് ആയതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഒരു ഷെഡ്യൂളാണ്. ഓരോ ടൈമിൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നൊക്കെ ടൈം തെറ്റിപ്പോവും. അങ്ങനെ എമിക്കുട്ടി നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. സ്വിമ്മിങ്ങും കഴിഞ്ഞു, അതുപോലെ മോർണിംഗ് നേരത്തെ എണീറ്റുകൊണ്ട് തന്നെ ആൾ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഇവിടുത്തെ ഒരു ടെമ്പിളിൽ കാണാനായിട്ടാണ്, ബിഗ് ബുദ്ധ ടെമ്പിൾ കാണാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ബിഗ് ബുദ്ധ ടെമ്പിളിൻ്റെ ടോപ്പിലേക്ക് പോവാം. അപ്പോൾ 7 തലയുള്ളൊരു പാമ്പിൻ്റെ വലിയൊരു കൈവരിയായിട്ടാണ് അവർ ഇതിൻ്റെ 2 സൈഡും ചെയ്തിട്ടുള്ളത്. മൊത്തം 170 പടിക്കെട്ട് കയറിയിട്ട് വേണം കേട്ടോ അതിൻ്റെ ടോപ്പിലേക്ക് പോകാനായിട്ട്. സിമ്പിളായിട്ടുള്ള വലിയ ഹൈറ്റൊന്നും ഇല്ലാത്ത കുഞ്ഞു കുഞ്ഞു പടികളാണ്. 170 പടികളുണ്ട് കേട്ടോ മൊത്തം. അത് കയറിയിട്ട് വേണം നമുക്ക് ടോപ്പിലേക്ക് പോകാനായിട്ട്. 1940 ഈ ഒരു ബിഗ് ബുദ്ധ ടെമ്പിൾ സ്ഥാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ബിഗ് ബുദ്ധയുടെ വലിയൊരു ഗോൾഡൻ സ്റ്റാച്യു ഉണ്ടല്ലോ, അത് കൊണ്ടുവന്നിട്ടുള്ളത് 1977 കേട്ടോ. ഇവിടെ ഒരുപാട് ഗോൾഡൻ സ്റ്റാച്യൂസ് ഉണ്ട്. നമുക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നിയിട്ട് ഈ ഒരു സംഭവമൊക്കെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഈ ഒരു ബിഗ് ബുദ്ധയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 18 മീറ്ററാണ്. അതായത് ഏകദേശം ഒരു 59 അടിയോളം ഉയരമുണ്ട് കേട്ടോ ഈ ഒരു ബിഗ് ബുദ്ധൻ്റെ സ്റ്റാച്യൂവിന്. പിന്നെ ഇതെന്തോ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഇത് ക്യാഷാണ്. ഇതിങ്ങനെ ഒരു സ്ട്രോയിൽ ഇങ്ങനെ കുത്തി വെക്കുന്നതാണ് കേട്ടോ.
അങ്ങനെ നമ്മൾ ചെന്ന സമയത്ത് അവർ ഏകദേശം ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതുകൊണ്ട് തന്നെ അവർ അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്ന ആ ഒരു ധൃതിയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ബാക്കിലൊക്കെ ഒരുപാട് സ്റ്റാച്യൂസ് ഉണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനും നമുക്കറിയില്ല. പിന്നെ ഇതെന്താ, അവർ കോയിന് വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സംഭവമാണ്. എന്തൊരു മാർബിളിൻ്റെ പീസാണ്. അപ്പോൾ ഈ കോയിൻ ഇങ്ങനെ കുത്തി വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ അവർ കണ്ണടച്ച് പ്രാർത്ഥിച്ച് കഴിയുന്നത് വരെ ആ കോയിൻ അതുപോലെ തന്നെ നിന്നാൽ അവർ പ്രാർത്ഥനയ്ക്ക് എന്തോ ഉത്തരം കിട്ടുന്നു എന്നുള്ളൊരു വിശ്വാസം എന്തോ ആണ് അവിടെ. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടു കഴിഞ്ഞതിന് നേരെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. എമ്മിക്കുട്ടി ഇപ്പോഴും ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. കയറിയ പോലെ ഇറങ്ങാൻ അത്ര വലിയ ഈസി ആയിരുന്നില്ല കേട്ടോ എമ്മിമോനും വെച്ചിട്ട്. അങ്ങനെ ഏതായാലും ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ നമുക്ക് കാണാനും ഒക്കെ. അങ്ങനെ പടികളൊക്കെ ഇറങ്ങി താഴെ എത്തി. അപ്പോൾ ഇതിന് എമ്മിക്കുട്ടി നീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടിയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആൾ നമ്മളെ വെയിറ്റ് ചെയ്യാണ്. ഇനി നമുക്ക് 2 സ്ഥലം കൂടിയാണ് കാണാനായിട്ടുള്ളത്. ഈ ഒരു ബിഗ് ബുദ്ധ വരുന്നത് കുറച്ച് ഹൈറ്റിലാണ് കേട്ടോ. ഒരു ചുരം പോലെയുള്ള റോട്ടിലൂടെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വ്യൂ പോയിൻ്റ് കാണാനായിട്ടാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ ഈ ഒരു വ്യൂ എന്ന് പറയുന്നത്. കാരണം നൈറ്റിൽ ഒരുപാട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ പട്ടായ ഏകദേശം കംപ്ലീറ്റ് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിൻ്റാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പകലൊക്കെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു സമയമായപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുറച്ച് റഷ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. അവിടെ ഒരുപാട് ആളുകൾ വന്ന് പോകുന്നുണ്ട്. അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു സീനറി കാണാനായിട്ട്. അങ്ങനെ നമ്മൾ ഒരു കുറച്ച് ടൈമാണ് കേട്ടോ അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. നമുക്കിനി നെക്സ്റ്റ് ഒരു ഷോ കൂടി കാണാനുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് തിരിച്ച് എത്തണം. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എമ്മിക്കുട്ടിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഒരു ടെൻഡർ കോക്കനറ്റിൻ്റെ ഒരു ഐസ്ക്രീം വാങ്ങാനായിട്ട് നമ്മൾ ഈ ഒരു ഷോപ്പിൽ കയറിയതാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഐസ്ക്രീം, പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ എമ്മിക്കുട്ടിക്ക് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ നമ്മുടെ റൂമിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ റൂമിൻ്റെ നിയറസ്റ്റ് ആയിട്ടാണ് ഈ ഒരു സംഭവം വരുന്നത്. ഇതൊരു ക്യാബറി ഡാൻസാണ്. നമ്മളിനി നെക്സ്റ്റ് കാണാനായിട്ട് പോണത് ക്യാബറി ഡാൻസിൻ്റെ ഒരു ഷോ ആണ് കേട്ടോ. അൽക്കസാർ ഷോ എന്നാണ് അതിൻ്റെ പേര്. നമ്മൾ വന്നിട്ടുള്ളത് 8 മണിൻ്റെ ഷോക്കാണ്. നമ്മളവിടെ കൊണ്ടുവന്നാക്കി നമ്മളെ ഡ്രൈവർ തന്നെ നമുക്ക് ടിക്കറ്റൊക്കെ എടുത്ത് തന്നിട്ട് ആൾ പോയിട്ടുണ്ടായിരുന്നു. നിയറസ്റ്റ് തന്നെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ. അപ്പോൾ നമ്മളിനി 8 മണി വരെ ഇവിടെ വെയിറ്റ് ചെയ്യണം. ആ ഒരു കറക്റ്റ് ടൈമിൽ നമുക്ക് ഉള്ളിലേക്ക് കയറാനായിട്ട് പെർമിറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊരു വലിയൊരു മാള് പോലെ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. ഈ ഒരു ടൈം ആയപ്പോഴത്തേനും ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഷോക്ക് വേണ്ടിയിട്ട്. ഇത് വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു ക്യാബ്രെ ഷോ ആണ്. ഈ ഒരു ക്യാബ്രെ ഡാൻസ് കളിക്കുന്നത് ശരിക്കും സ്ത്രീകളല്ല കേട്ടോ. ലേഡി ബോയ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ നാട്ടിൽ പറയില്ല, ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ള അങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോൾ തന്നെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അറിയില്ല, നമ്മളും പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. നമുക്ക് ഫാമിലിക്കും മക്കളൊക്കെ ആയിട്ട് വന്നിട്ട് കാണാൻ പറ്റിയിട്ടുള്ള നല്ല ഷോ തന്നെയാണ്. അപ്പോൾ നമുക്ക് കണ്ടോക്കാം ഷോവും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ 8 മണി ആവാൻ ടൈമിൽ ഗേറ്റും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് സീറ്റ് കിട്ടിയിട്ടുള്ളത് മുകളിലാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സീറ്റിൽ വന്ന് ഇരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഷോ ഒന്ന് കണ്ടു നോക്കാം. Sawadee-Kop and welcome to the world-famous Alcazar Cabaret, celebrating over 20 years of spectacular entertainment.
and gentlemen, that concludes our show for this evening. We wish to thank you for your patronage and hope that you enjoyed our presentation as much as we enjoyed bringing it to you. Take a moment before you leave the theater complex to take a quick look around and ensure that you have all your personal belongings with you. From all of us at Alcazar Cabaret, the singers, dancers, performers, crew, staff, നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള ഷോയിലെ ആർട്ടിസ്റ്റുകളാണ് കേട്ടോ അവരൊക്കെ. ഇവരെല്ലാവരും ലേഡി ബോയ്സ് ആണ്. നമുക്ക് വിശ്വസിക്കാനേ പറ്റൂല ഇവർ ലേഡീസ് അല്ല എന്നുള്ളത്. പക്ഷേ ഇവർ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിയിൽ പറ്റിയിട്ടുള്ള ആളുകളാണ്. എന്ത് ബ്യൂട്ടിഫുൾ ആണ് ലെവലെ കാണാനായിട്ട്. അപ്പോൾ ഇവർ ഈ ഷോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ പുറത്ത് വന്നതുപോലെ നിൽക്കും. നമുക്ക് ഇവരുടെ കൂടെ വേണമെങ്കിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ. 100 ബാത്താണ് നമുക്ക് ഇവരുടെ കൂടെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. അടിപൊളി ഷോ ആണ് കേട്ടോ അത്, അൽക്കസാർ ഷോ. നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് 100% വർത്തായിട്ടുള്ളൊരു ഷോ ആണ്. അപ്പോൾ പട്ടയിലൊക്കെ വരുന്ന ആളുകൾ ഫാമിലിയായിട്ട് മക്കളൊക്കെ ആയിട്ട് പോയിട്ട് കാണാം. അടിപൊളി ഡാൻസ് ഷോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിത് അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നിയറസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മളെ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ വരുന്നത്. അപ്പോൾ ഈ അൽക്കസാർ ഷോ നടക്കുന്ന ഈ ഒരു തിയേറ്ററിൻ്റെ മുന്നിൽ റോഡ് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയൊരു മാർക്കറ്റിലേക്ക് എത്താം. റൺവേ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാർക്കറ്റിലോട്ട് എത്താം. ഈ റൺവേ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ മാർക്കറ്റാണ്. ഈ ഒരു മാർക്കറ്റിൻ്റെ നടുക്കത വലിയൊരു വിമാനം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കും ഈ ഒരു മാർക്കറ്റിന് റൺവേ മാർക്കറ്റ് എന്ന് പേര് വന്നിട്ടുണ്ടാവുക. ഇവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസ് കിട്ടും. അവിടുത്തെ ഒരുവിധം എല്ലാ സ്ട്രീറ്റ് ഫുഡും കിട്ടുന്ന ഒരു വലിയ മാർക്കറ്റാണിത്. അപ്പോൾ ഇവിടെ ഒരുപാട് ലിക്കറിൻ്റെ ഷോപ്പുകളും ഒരുപാട് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളുണ്ട്. സ്ട്രീറ്റ് ഫുഡുണ്ട്. പിന്നെ ഇവിടെ തായ്ലൻഡുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. നമുക്ക് കാണാനായിട്ട് പറ്റും. പുഴു, പുൽച്ചാടി, ജീവിയുടെ പോലുള്ള ജീവികളൊക്കെ ഫ്രൈ ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ എന്തോ പോലെയാണ്, പക്ഷേ അതൊക്കെ അവരുടെ ഫുഡാണല്ലോ. ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ ഷോപ്പുണ്ട് കേട്ടോ. സീ ഫുഡ് ഐറ്റംസ് ഉണ്ട്, അതുപോലെ തന്നെ ഇറച്ചി ഐറ്റംസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ അവിടെ. പിന്നെ ഇതാ അവിടെ ക്രൊക്കഡൈലിനെ കറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മീറ്റ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞാൽ അവരിതാ നമ്മളുടെ ഭാഗത്തിന് കുക്ക് ചെയ്തിട്ട് തരും കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ നിൽക്കുമ്പോൾ ഒരുമാതിരി സ്മെല്ലാണ്. അങ്ങനെ നമുക്ക് വിശക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്നൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി നേരെ നമുക്ക് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ പോയിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. ഒരുപാട് ഏരിയയുള്ള വലിയ മാർക്കറ്റാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് നടന്നപ്പോൾ ആകെ ടയർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നടക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും ഫുഡിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് നടന്ന് കുറച്ച് അപ്പുറത്ത് ഒരു മാക്കിൻ്റെ ഷോപ്പുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ ബർഗറും ചിക്കനൊക്കെ വാങ്ങി കഴിച്ചു. അങ്ങനെ നേരെ നമ്മളിതാ റൂമിലോട്ട് പോകണം കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് ശേഷം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ അയച്ചിടും. അതുവരേക്കും ബൈ.